ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഹരിയാനയും സന്ദർശിക്കും. രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ഹരിയാനയിൽ ബീമാ സഖി യോജനയ്ക്ക് തുടക്കം കുറിക്കുന്ന ശ്രീ മോദി മഹാറാണ പ്രതാപ് ഹോർട്ടിക്കൾച്ചറൽ സർവകലാശാല ക്യാമ്പസിനും തറക്കല്ലിടും. ഒരാഴ്ച നീണ്ട ആക്രമണത്തിന് ശേഷം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള സമ്പൂർണ്ണ നിയന്ത്രണം അവകാശപ്പെട്ട് വിമതർ. 24 വർഷത്തെ ഭരണത്തിന് ശേഷം സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായും റിപ്പോർട്ടുണ്ട്. പശ്ചിമേഷ്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള സമഗ്ര നയം അവതരിപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പശ്ചിമേഷ്യ ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര മേഖലയ്ക്ക് സുപ്രധാനമാണെന്നും മനാമ സംവാദത്തിന്റെ സമാപന യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയും മറ്റംഗങ്ങളും കേരളത്തിലെത്തി. കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് സന്ദർശനം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി സംവദിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, മാലിന്യമുക്ത നവകേരളം എന്നിവ സംബന്ധിച്ച സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും താലൂക്കുതല പരാതി പരിഹാര അദാലത്തിന് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഈ വർഷത്തെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് മലപ്പുറം പെരുമ്പടപ്പ് പഞ്ചായത്തും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുമാണ് പുരസ്കാരത്തിന് അർഹമായത്. പുതിയ കാലത്തെ സാങ്കേതിക വെല്ലുവിളികൾ നേരിടാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ശക്തമാണെന്ന് മന്ത്രി പി രാജീവ്. ഉദയംപേരൂർ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി മേഖലയിലെ സമഗ്ര വികസനം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോഴിക്കോട് സിറ്റി പോലീസും കോമ്പസിറ്റ് റീജിയണൽ സെന്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസും സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ബുധനാഴ്ച. പത്തനംതിട്ട ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസമായ മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. സൌദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപനം റിയാദ് കോടതി മാറ്റിവച്ചു. ദയാധനം സ്വീകരിച്ച ശേഷം സൌദി കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ജൂലൈ 2-നാണ് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയുള്ള ഉത്തരവുണ്ടായത്. എന്നാൽ മോചനം സംബന്ധിച്ച ഉത്തരവ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് പ്രത്യേക പരിഗണന വേണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വയനാട് ഉരുൾപൊട്ടൽ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാർ ആവശ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയയ്ക്കെതിരായ ബോർഡർ ഗാവസ്കർ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് തോൽവി. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 175 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. 19 റൺസ് വിജയലക്ഷ്യം ഓസീസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ മറികടക്കുകയായിരുന്നു. ഏഷ്യാകപ്പ് പുരുഷ അണ്ടർ 19 ക്രിക്കറ്റ് കിരീടം ബംഗ്ലാദേശിന്. ദുബായിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയെ 59 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. 199 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 35.2 ഓവറിൽ 139 റൺസിന് എല്ലാവരും പുറത്തായി. എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണ തിമിര വിമുക്ത യജ്ഞത്തിന് തുടക്കം. ഒരു വർഷത്തിനുള്ളിൽ ജില്ലയെ സമ്പൂർണ്ണ തിമിര വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദൃഷ്ടി 2024-25ന്റെ ഉദ്ഘാടനം ആലുവ യുസി കോളേജിൽ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിയും വിദ്യാഭ്യാസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര ഇന്ന് ആലപ്പുഴ തലവടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. തോമസ് കെ തോമസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സന്നിധാനത്തെ ആധുനിക അന്നദാന മണ്ഡപത്തിൽ സംഘമായെത്തുന്ന തീർത്ഥാടകർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ദേവസ്വം ബോർഡ് സൌകര്യം ഏർപ്പെടുത്തി. പ്രവേശന കവാടത്തിൽ നിന്ന് കൂപ്പൺ എടുത്ത് സൌകര്യം ലഭ്യമാക്കാം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്കേറ്റു. കോട്ടയത്തെ കോരുത്തോട് കോസടിക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിലെ 2 സ്കൂൾ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കടൽത്തീരത്ത് കുളിക്കാനിറങ്ങിയ 1ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചമഞ്ഞ യുവതിയെ കബളിപ്പിച്ച് 15 ലക്ഷം രൂപ കൈക്കലാക്കിയ ടാപ്പിംഗ് തൊഴിലാളി അറസ്റ്റിൽ. കൊട്ടാരക്കര വാളകം സ്വദേശി ആർ സുരേഷ് കുമാറാണ് അറസ്റ്റിലായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.